കേരള ഹൈക്കോടതി വിവാദമായ ഹാൽ സിനിമ കാണും. നിർമ്മാതാവിൻ്റെയും സംവിധായകനെയും ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. സിനിമയുടെ പ്രദർശന തീയതിയും സ്ഥലവും ഹൈക്കോടതി ചൊവ്വാഴ്ച തീരുമാനിക്കുമെന്ന് ജസ്റ്റിസ് ബി.ജി. അരുൺ അറിയിച്ചു. ഹർജിയിലെ കക്ഷികളുടെ അഭിഭാഷകർക്കൊപ്പമാകും സിനിമ കാണുക. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, JSK സിനിമയ്ക്ക് ശേഷമാണ് ഹാൽ സിനിമയും ഈ രീതിയിൽ വിവാദമാകുന്നത്. സെൻസർ ബോർഡ് ചില ഭാഗങ്ങൾ കട്ട് ചെയ്യണം, റദ്ദാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനെതിരെ സിനിമാ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നായിരിക്കും സിനിമ കാണുക? സ്ഥലം എവിടെയായിരിക്കും? ഇക്കാര്യത്തിൽ തീരുമാനം എന്നറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി കോടതി പരിഗണിച്ചിട്ടുണ്ട്. കോടതിക്ക് മുൻപാകെ, അതായത് പ്രത്യേകിച്ചും സെൻസർ ബോർഡ്, കേന്ദ്ര സെൻസർ ബോർഡ് ചിത്രത്തിന് പ്രദർശന അനുമതി നൽകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഹാലിന്റെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഹാൽ സിനിമയിൽ ബീഫ് ബിരിയാണി, അതുപോലെ സംഘം കാവലുണ്ട്, ധ്വജപ്രണാമം തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അത് പാടില്ല എന്നായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. അതേസമയം ഈ സിനിമ കാണണമെന്നുള്ളത് നിർമ്മാതാവിൻ്റെയും സിനിമ സംവിധായകൻ്റെ ആവശ്യമായിരുന്നു. അവർ കോടതിയിൽ ഹർജിയിൽ അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ബി.ജി. അരുൺ അങ്ങനെ ഈ സിനിമ കാണാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ചൊവ്വാഴ്ചയാണ് സമയവും തീയതിയും, അല്ലെങ്കിൽ എവിടെ കാണാം എന്നുള്ള കാര്യവും തീരുമാനിക്കാമെന്ന് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇതിനൊപ്പം വേറൊരു കാര്യം കൂടിയുള്ളത്, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഹർജി കൂടി, അതായത് ഹർജിയിൽ കക്ഷി ചേരാനുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ അപേക്ഷയും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിൽ വിയോജിപ്പൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള, ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള മെസ്സേജാണ് സിനിമയിലുള്ളത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. അത് തന്നെയാണ്. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇതിനൊപ്പം ഈ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ കത്തോലിക്ക കോൺഗ്രസ് നൽകിയത്. അപേക്ഷ സ്വീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ടാണോ കത്തോലിക്ക കോൺഗ്രസിന് ആശങ്കയുള്ളത്? ഒരു കക്ഷി ചേരാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരിക്കും? എന്താണ് ആ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നതും? പ്രധാനമായും ഹർജിയുടെ സിനിമയുടെ കോണ്ടന്റ്, അതിൽ ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള സിനിമയുടെ ഉള്ളടക്കം അത്തരത്തിലാണ് എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആരോപണം. അതാണ് ആ ആരോപണത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ കക്ഷി ചേരാനുള്ള കത്തോലിക്ക കോൺഗ്രസ് അപേക്ഷ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ സിനിമാ നിർമ്മാതാവും സംവിധായകനും വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ല. അവർ കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി ചേരാമെന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. അതിനുശേഷം അതുകൊണ്ട് അവരും കൂടി ഇതിൽ കക്ഷി ചേർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഈ സിനിമയിലെ പ്രധാനപ്പെട്ട, അതായത് സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ നൽകാതിരിക്കാനുള്ള, സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ബീഫ് ബിരിയാണി, അതുപോലെ ധ്വജപ്രണാമം, രാഖി, സംഘം കാവലുണ്ട് തുടങ്ങിയ പ്രയോഗങ്ങൾ അതിലുണ്ട്. അതൊക്കെ മാറ്റണം. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന സെൻസർ ബോർഡ് മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിയിരുന്നാൽ പോലും സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് CBSEയുടെ നിലപാട്. അങ്ങനെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹർജി വീണ്ടും ചൊവ്വാഴ്ച പരിഗണിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ബി.ജി. അരുണിന്റെ ബെഞ്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതായത് സിനിമയുടെ നിർമ്മാതാവും സിനിമ സംവിധായകനും ആവശ്യപ്പെട്ടിരുന്നു, കോടതി സിനിമ കാണണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ സിനിമ എപ്പോൾ കാണും, അല്ലെങ്കിൽ എവിടെ വെച്ച് കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കേരള ഹൈക്കോടതി വിവാദമായ ഹാൽ സിനിമ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനമുണ്ട്.